സിസ്റ്റർ ശ്രീറാം ദേശായി എന്താ അവസ്ഥ? നല്ല ബ്ലീഡിംഗ് ഉണ്ട്. ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കപ്പോ. അവന് ഹെവി ഇഞ്ചറീസ് ഒന്നും ഇല്ലല്ലോ? അവന് ബോധമില്ലേ? സംസാരിക്കുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. ഇപ്പോഴൊന്നും പറയാൻ കഴിയില്ല. ഞങ്ങൾക്ക് കുറച്ച് സമയം താ. കാര്യങ്ങൾ അപ്പൊ പറയിച്ചോളാം. ദൈവമേ, റാമിനൊന്നും സംഭവിക്കരുത്. അവൻ എത്രയും പെട്ടെന്ന് ഭേദമാകണം. സർ, അല്ല റാം സർ. തന്നൊക്കെ അപ്പോയിന്റ് ചെയ്തത് എന്തിനാ? ഹാവ് യു ലോസ്റ്റ് യുവർ മൈൻഡ്? എന്ത് സോറി? ഒരു ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ലേ? ഞാൻ പറഞ്ഞതല്ലേ, റാം എങ്ങോട്ട് പോയാലും അവനെ ഫോളോ ചെയ്യണം. അവൻ വേണ്ടെന്ന് പറഞ്ഞാൽ അവനെ ഫോളോ ചെയ്യണം. അവന്റെ ലൈഫിന് ബീസ്റ്റ് ഉണ്ടെന്ന് അറിയില്ലേ? നിങ്ങൾ അവന്റെ പുറകെ പോണമായിരുന്നു. സാർ അത് ഷട്ട് അപ്പ്, ഗെറ്റ് ലോസ്റ്റ്. അവൻ എന്തെങ്കിലും സംഭവിച്ച ഒറ്റ ഒരുത്തനെയും വെറുതെ വിടില്ല ഞാൻ. ഗെറ്റ് ഔട്ട്. Useless fellows. റാം, നിന്റെ ഈ അവസ്ഥയ്ക്ക് ഞാനാ കാരണം. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഐ എം സോറി റാം, ഐ എം റിയലി സോറി. നിന്നോട് ശരിക്കൊന്നും സംസാരിക്കാതെ, കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാതെ ഞാൻ നിന്നെ എന്തൊക്കെയോ പറഞ്ഞുപോയി. നിന്നെ ഞാൻ വേദനിപ്പിച്ചു. നീ വളരെ നല്ലവനാ. നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതെനിക്ക് നന്നായിട്ട് അറിയാം. ആരോ എന്തൊക്കെയോ പറയുന്നത് കേട്ട് ഞാൻ നിന്നെ എന്തൊക്കെയോ പറഞ്ഞു. തെറ്റ് പറ്റിപ്പോയി റാം. ഞാനിങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. നീ പറയാൻ വന്നത് ഞാൻ കേൾക്കണമായിരുന്നു. മുത്തശ്ശി, സീതമ്മ അങ്ങോട്ട് പോയിട്ടില്ലേ? എന്നെയും കൂടെ കൊണ്ടുപോവോ? എനിക്ക് എന്റെ ഫ്രണ്ടിനെ കാണണം. അയ്യോ, കരയില്ലേ സീമോളെ. നിന്റെ അമ്മ നിന്റെ ഫ്രണ്ടിനെ കാണാൻ തന്നെയല്ലേ പോയത്? ഇല്ല, എനിക്കും പോണം. എനിക്കും എന്റെ ഫ്രണ്ടിനെ കണ്ടേ പറ്റൂ. ഈയിടെയായിരുന്നു അദ്ദേഹം യങ് ബിസിനസ്മാനുള്ള അവാർഡിന് അർഹനായത്. യുവ വ്യവസായികളുടെ ഇടയിൽ മിന്നുന്ന മുഖമായിരുന്ന ശ്രീറാം ദേശായിയുടെ ഇങ്ങനെയുള്ള ഒരു അപകടം തീർച്ചയായും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നു. അപരിചിതമായ ഒരു വാഹനം അദ്ദേഹത്തെ ഇടിച്ച് കടന്നുകളയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നില ഇപ്പോൾ വളരെ ഗുരുതരമാണ്. മുത്തശ്ശി, ടിവിയില് എന്റെ ഫ്രണ്ടിന് വലിയ അപകടം പറ്റിയെന്ന് പറയുന്നേ. ശാന്തേ, ആദ്യം നീ ടി വി ഓഫ് ചെയ്യ. വേണ്ട. എന്താ എന്റെ ഫ്രണ്ടിന് പറ്റിയെന്ന് ന്യൂസിൽ കാണിക്കുന്നുണ്ട്. ന്യൂസ് ഇപ്പൊ എനിക്ക് കാണണം. അപകട സ്ഥലത്ത് നിലവിൽ പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രഥമ ദൃഷ്ടിയിൽ അപകടമാണെന്നാണ് കരുതുന്നതെങ്കിലും തുടരന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സേവനത്തിന്റെ പര്യായമായിരുന്ന ശ്രീറാം ദേശായിയുടെ മുത്തച്ഛൻ സൂര്യപ്രകാശ് ദേശായി ആയിരുന്നു ഇദ്ദേഹത്തിന്റെ മാർഗദർശി. ദേശായി കുടുംബത്തിൽപ്പെട്ട ശ്രീറാം എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ പ്രാർത്ഥിക്കുകയാണ്. മുത്തശ്ശി, അവരെന്താ പറഞ്ഞേ? മോളെ, അവരങ്ങനെയൊക്കെ പറയും. ദൈവത്തിനോട് നിന്റെ ഫ്രണ്ടിനൊന്നും പറ്റാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ വാ. മുത്തശ്ശി, നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ? എന്റെ ഫ്രണ്ടിന് എന്താ പറ്റിയെന്ന് എനിക്ക് കാണണം. പ്ലീസ് മുത്തശ്ശി, പ്ലീസ് മുത്തശ്ശ, പ്ലീസ് പ്ലീസ്. എനിക്ക് എന്റെ ഫ്രണ്ടിനെ കാണണം. എനിക്ക് എന്റെ ഫ്രണ്ടിനെ എന്തായാലും
മുത്തശ്ശി പ്ലീസ് പ്ലീസ് മുത്തശ്ശി, എനിക്ക് എന്റെ ഫ്രണ്ടിനെ പോയി കാണണം പ്ലീസ്. പ്ലീസ് മുത്തശ്ശി പ്ലീസ്, എനിക്ക് എന്റെ ഫ്രണ്ടിനെ കണ്ടേ പറ്റൂ. സിസ്റ്റർ, സർ, രാം സാറിന് നല്ല ബ്ലഡ് ലോസ് ഉണ്ട്. എത്രയും പെട്ടെന്ന് ബ്ലഡ് എത്തിക്കണം. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളൊന്നും അന്വേഷിക്കണം. വേറെ ഏതെങ്കിലും ബ്ലഡ് ബാങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട് സർക്കിള് അങ്ങനെ എവിടെന്നെങ്കിലും കിട്ടുമെന്നും കൂടി ഒന്ന് നോക്കണം. ബ്ലഡ് വേണം. മേക്ക് സം ഫോൺ കോൾസ്. ഗോ റൈറ്റ് നൗ. ഡോക്ടറെ, എനിക്ക് എന്റെ കുട്ടി ഒന്ന് പോയി കാണാൻ പറ്റുമോ? ദയവ് ചെയ്ത് ക്ഷമിക്കണം, ഇപ്പൊ നമുക്ക് അവനെ കാണാൻ പറ്റില്ല. ഡോക്ടർ, എത്ര ചെലവായാലും സാരമില്ല. പ്ലീസ് ഡോക്ടർ, അപ്പൂനൊന്നും സംഭവിക്കരുത് പ്ലീസ്. നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങളും ചെയ്യുന്നുണ്ട്. ഹെഡ് ഇഞ്ചുറി ആയതുകൊണ്ട് ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്. We are working. Please cooperate with us. ഡോക്ടർ, എങ്ങനെയുണ്ട് റാമിന്? ഇപ്പൊ ഒന്നും പറയാൻ കഴിയില്ല. ഹൈ പ്രൊഫൈൽ കേസ് ആയതുകൊണ്ട് ഇത് ഞങ്ങൾ പോലീസിനെ ഇൻഫോം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വിളിക്കേണ്ടി വന്നു. സാർ, നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ ഈ ആക്സിഡന്റ് ഒരു ന്യൂസ് ആക്കി മാറ്റരുത്. ഇതൊരു ആക്സിഡന്റ് ആണോ അതോ ആരെങ്കിലും കരുതി കൂട്ടി ചെയ്തതാണോ എന്നൊക്കെ രഹസ്യമായിരിക്കണം പ്ലീസ്. ഷുവർ സാർ, ഒരു ഇൻഫോർമേഷനും ലീക്ക് ആവാതെ ഞങ്ങൾ നോക്കിക്കോളാം. രുദ്രപ്രതാപ്, ബെയിൽ എടുത്തു തന്നത് തെറ്റായി പോയെന്ന് തോന്നുന്നു. നിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ നീ എന്നെ പെടുത്താമെന്ന് കരുതിയോ? നിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സംഭവിച്ചാ നീ പിന്നെയും ജയിലിൽ കിടക്കോടാ. സിസ്റ്ററെ, ശ്രീറാം ദേശായി ഉള്ളത് ഇവിടെയാണോ? അതെ, ട്രീറ്റ്മെന്റ് നടക്കുകയാണ്. ഡിസ്റ്റർബ് ചെയ്യരുത്.
മാം അകത്തേക്കാരും അലൗഡ് അല്ല മാം. മാം നിങ്ങളോടാ പറയുന്നത്, വീട്ടുകാർക്ക് പെർമിഷൻ ഇല്ല, പുറത്തേക്ക് പോകണം. മാം റാം, എന്താ നിനക്ക് പറ്റിയത്? എന്താ നീ ഇങ്ങനെ കിടക്കുന്നത്? രാവിലെ എന്നെ കാണാൻ വന്നില്ലേ? എന്തൊക്കെയോ പറയണോന്ന് പറഞ്ഞില്ലേ? പക്ഷെ ഞാനാ സോറി റാം, പ്ലീസ് എന്നോട് നീ ക്ഷമിക്കണം. ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം ഞാൻ നിന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാ. ഓരോരുത്തരോരോന്ന് പറയുന്നത് കേട്ടിട്ട് ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ച്. നിനക്ക് പറയാനുള്ളത് ഞാനൊന്ന് കേൾക്കണമായിരുന്നു. എനിക്ക് നിന്നെ ഒന്നും മനസ്സിലാക്കാൻ പോലും പറ്റിയില്ല. റാം, 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 നിനക്കൊന്നും സംഭവിക്കാൻ പാടില്ല. നീ വേഗം ഓക്കെ ആയിട്ട് തിരിച്ചു വാ. മാഡം ഓൾറെഡി ഇവിടെ ബ്ലഡ് കിട്ടാത്ത പ്രശ്നത്തിലാണ്. അതിനിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് പേഷ്യന്റിന് വളരെ പ്രശ്നമാവും മാം. ബ്ലഡ് വേണമെന്ന് പറഞ്ഞില്ലേ? എന്റെ ബ്ലഡ് എടുത്തോളൂ പ്ലീസ്. അങ്ങനെയൊന്നും എടുക്കാൻ കഴിയില്ല മാം, ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. എന്റേത് ഓപ്പോസിറ്റീവ് ആണ്, ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഞാനൊരു മെഡിസിൻ കഴിക്കുന്നില്ല, എനിക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല. പ്ലീസ് എന്റെ ബ്ലഡ് എടുത്തോളൂ പ്ലീസ് സിസ്റ്റർ. റാം, നിന്നോട് ഞാൻ എങ്ങനെയാ ക്ഷമ ചോദിക്കേണ്ടത്? ഈ അവസ്ഥയില് നീ ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ചെയ്ത തെറ്റിനൊക്കെ എങ്ങനെയാ പ്രായശ്ചിത്തം ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല. എനിക്കെന്തെങ്കിലും പറ്റിയാ ഓക്കെ, പക്ഷെ താനെന്റെ കൂടെയല്ലേ. തനിക്ക് എന്തെങ്കിലും പറ്റുന്ന ഞാൻ എന്ത് ചെയ്തനെ? നീ എനിക്ക് വേണ്ടി എന്തൊക്കെ ഹെൽപ്പ് ചെയ്തതാ, എന്നിട്ട് അതിന് ഞാൻ നിനക്ക് തന്ന സമ്മാനമായത്. ഹലോ, നിധി ബ്ലഡ് ബാങ്ക് ആണോ? ഓ പോസിറ്റീവ് ബ്ലഡ് ഉണ്ടോ? പ്ലീസ് പ്ലീസ്, ഇറ്റ്സ് ആൻ എമർജൻസി. ക്യാൻ യു അറേഞ്ച് ഇറ്റ്? ഓക്കെ ഓക്കെ, ഐ വിൽ വെയിറ്റ്. സിസ്റ്റർ, അവര് സർ റാം സാറിനുള്ള ബ്ലഡ് അറേഞ്ച് ചെയ്തു. അവരാരാണെന്ന് എനിക്കറിയില്ല. സാറിനെ കണ്ടപ്പോൾ മുതൽ നല്ല കരച്ചിലായിരുന്നു. എന്നിട്ട് ബ്ലഡ് ഞാൻ തരാമെന്ന് പറഞ്ഞ് തന്നു. എന്ത്? സീത റാമിന്റെ ജീവൻ നിലനിർത്തിയെന്നു? ഭൂതകാലത്തിന്റെ പത്മഹ്യൂഹത്തിൽപ്പെട്ട അവന്റെ മനസ്സിൽ നീ പ്രണയം ഉണ്ടാക്കി. ഇപ്പോ
മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിൽ പോരാടുന്നവനും ജീവൻ പകുത്തു നിൽക്കുന്നു. നിന്റെ സ്നേഹമാണ് അവന് സ്ത്രീ രക്ഷ. താങ്ക് യു സോ മച്ച് സീത. എനിക്കറിയാം തന്നോട് എത്ര താങ്ക്സ് പറഞ്ഞാലും നീ ചെയ്ത സഹായത്തിന്റെ മുന്നിൽ അതൊന്നും ഒന്നുമല്ല. ബട്ട് താങ്ക്സ് അലോട്ട്. താങ്ക്സ് അലോട്ട്. ദൈവമേ, ഞങ്ങളുടെ രാമനൊന്നും പറ്റാതെ കാത്തോളണേ ദൈവമേ. ഞങ്ങളുടെ സീമോളുടെ കണ്ണീരിനെങ്കിലും വില കൊടുക്കണേ ദൈവമേ. ആ കുട്ടിക്ക് നീയാണ് തുണ. സിഹി, എഴുന്നേക്ക് മോളെ. കുറെ കരഞ്ഞ പനി പിടിക്കും മോനെ. എഴുന്നേക്ക് മോനെ. എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകിയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്ക് സിഹിമോളെ. എനിക്കൊന്നും വേണ്ട മുത്തശ്ശി, എനിക്ക് എന്റെ ഫ്രണ്ടിന് മാത്രം മതി. മുത്തശ്ശി, എന്റെ ഫ്രണ്ടിന് എങ്ങനെയാ ആക്സിഡന്റ് പറ്റിയേ? സീതമ്മ പറയാറുണ്ടല്ലോ, നല്ലവർക്ക് നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ എന്ന്. എന്റെ ഫ്രണ്ട് നല്ലയാളല്ലേ? ആസ്കിഡൻ എന്ന് പറഞ്ഞ ചീത്തയല്ലേ മുത്തശ്ശി? മുറിവാവുന്നൊക്കെ ചീത്തയല്ലേ മുത്തശ്ശി? എന്റെ ഫ്രണ്ടിന് എന്താ ഇങ്ങനെ പറ്റിയേ? പറ മുത്തശ്ശി, പറ. മോളെ, ചില സമയത്ത് ദൈവമില്ലേ നമുക്ക് എത്ര സഹിക്കാൻ കഴിയുമെന്ന് അറിയാൻ വേണ്ടി പരീക്ഷിക്കും മോളെ. നിന്റെ ഫ്രണ്ടിനെ ഒന്നും സംഭവിക്കില്ല. അതെ മോളെ, രാമനെന്ന് പറഞ്ഞ ദൈവല്ലേ. ദൈവത്തിന് എന്തെങ്കിലും സംഭവിക്കോ? ഒന്നും സംഭവിക്കില്ല മോളെ. ഇതറിഞ്ഞപ്പോ മുതലൊന്നും കഴിച്ചിട്ടുമില്ല, ഒന്നും കുടിച്ചിട്ടുമില്ല. നീ കുറച്ച് പാലെങ്കിലും കുടിക്ക് സിഹി. എനിക്കൊന്നും വേണ്ട മുത്തശ്ശി. എന്റെ ഫ്രണ്ടിന് എന്താ പറ്റിയെന്ന് ഞാൻ ശരിക്കും അറിയുന്നത് വരെ ഞാൻ ഒന്നും കഴിക്കില്ല, ഒന്നും കുടിക്കില്ല. അച്ഛനൊന്നും കഴിച്ചിട്ടില്ല, മെഡിസിനും എടുത്തിട്ടില്ല. ഡോക്ടർ പറഞ്ഞില്ലേ അവരെ നോക്കിക്കോളാന്ന്. ഒരു കുഴപ്പമില്ലാതെ അപ്പൊ തിരിച്ചു വരൂ അച്ഛാ. നോക്ക്, അവൻ ഒരു കുഴപ്പമില്ലാതെ പുറത്തു വരുമ്പോ അച്ഛൻ ഇനി വയ്യാതായാലോ? അവനത് സഹിക്കാൻ പറ്റുമോ അച്ഛാ? എനിക്ക് എന്റെ റാമിനെ കാണാൻ പറ്റുന്നത് വരെ ഡോക്ടർ ഒരു കുഴപ്പമില്ല, അവനൊരു അപകടമില്ല എന്ന് ഡോക്ടർ പറയുന്നത് വരെ എനിക്കൊരു സമാധാനമില്ല ഭാർഗവി. നീയേ വെറുതെ ആലോചിച്ച് കൂട്ടണ്ട. എനിക്കൊന്നുമില്ല, ഞാൻ സ്ട്രോങ് ആയിട്ടിരിക്കും. എനിക്ക് പക്ഷെ എൻ്റെ കുട്ടി ഒന്ന് കാണണം മോളെ. ഡോക്ടർ, റാമിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട്?
ഇപ്പൊ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. ബ്ലഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ റാം ഇപ്പോഴും അൺകോൺഷ്യസ് കണ്ടീഷനിലാണ്. സോ ഡോക്ടർ, എന്താണെങ്കിലും നേരിട്ട് പറഞ്ഞോളൂ പ്ലീസ്. ഒന്നും മറച്ചു വെക്കാൻ ശ്രമിക്കരുത്. അവനിപ്പോ എങ്ങനെയുണ്ട്, അവന്റെ അവസ്ഥ എന്താ, എല്ലാം ഒന്ന് പറയും ഡോക്ടർ. ഞങ്ങൾക്ക് ഒരു ഉറപ്പും തരാൻ കഴിയില്ല. ഇപ്പൊ അവൻ കോമയിലാണ്. ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ കയ്യിലാണ് എല്ലാം. ഡോക്ടർ, എന്നോട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞേക്കരുത്. അദ്ദേഹത്തിനത് സഹിക്കാൻ കഴിയാത്തോണ്ടാ. പ്ലീസ്. ഓക്കെ. മലേഷ്യയിൽ തന്നെ നിന്നിരുന്നെങ്കിൽ നിനക്ക് നിന്റെ ജീവനെങ്കിലും ബാക്കിയുണ്ടായേനെ ശ്രീ. ഇവിടെ വന്ന് ഇപ്പൊ ഈ അവസ്ഥയിലായല്ലോ രാമ. നീ കിടക്ക്, എഴുന്നേൽക്കരുത്. ഏയ് ഭാർഗവി, സമാധാനമായോ നിനക്ക്? വയറ് നിറഞ്ഞോ നിന്റെ? ഈ ആക്സിഡന്റിന്റെ പിന്നിൽ നീയാണെന്ന് എനിക്കറിയാം. സത്യം പറ, ഇതെല്ലാം ചെയ്യിപ്പിച്ചത് നീ തന്നെയല്ലേ? നീ അല്ലേടി? സത്യോ, കീപ് യുവർ വോയിസ് ഡൗൺ. ഇത് ഹോസ്പിറ്റലാ. ആദ്യം എന്റെ ചേട്ടന്റെയും ചേച്ചിയുടെയും ജീവൻ നീ എടുത്തു. എന്നിട്ട് എന്റെ വീട് നീ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോ ഇവിടെ എന്റെ റാമിനെ ഇങ്ങനെ, എടി എന്റെ റാമാടിയത് എന്തിനു വേണ്ടി? ആക്സിഡന്റിന്റെ പുറകിലുള്ളത് നീയാണെന്നെങ്ങാനും അറിഞ്ഞോ? Shut up.